Good morning. Today is section 6 of module 2. Today we're going to look at values. Okay, I'm not discussing all the values. I'm only going to discuss up to commitment. Okay, and the rest of it we will discuss in the next class, and with that we will finish our second module. Okay, so let's look at some of the moral values. Caring and sharing. What is caring? It is concern for others. മറ്റുള്ളവര് സുഖമായിട്ടിരിക്കുന്നു എന്ന് നമുക്കൊരു വിചാരം ഉണ്ടാകുന്നതിനെയാണ് caring എന്ന് പറയുന്നത്. So it is expressing concerns, having and expressing concern for others, their feelings and well-being. Okay, അവരെ വിഷമിപ്പിക്കാതിരിക്കുക, അവരുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ഇതിനെയൊക്കെയാണ് കെയറിങ് എന്ന് പറയുന്നത്. And this is not limited to family or friends. Okay, നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ ഫ്രണ്ട്സിനെയോ മാത്രമല്ല ഇത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ നല്ല ഒരു ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, മോറൽ വാല്യൂസ് ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഹോൾ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ, എല്ലാ ലിവിങ് തിങ്സും എന്താ അവർക്ക് ആവശ്യമായ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് ഒരു കൺസേൺ ഉണ്ടാവും. അതിനെയാണ് കെയറിങ് എന്ന് പറയുന്നത്. ഇനി ഷെയറിങ്, നമുക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോടും കൂടെ ഒന്ന് പങ്കുവെക്കുന്നതിനാണ് ഷെയറിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഷെയറിങ് നോട്ട് ഓൺലി മെറ്റീരിയൽ തിങ്സ്, നോളജ് ഷെയർ ചെയ്യാം, നമുക്ക് അറിവുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫെസിലിറ്റീസ്, ഇപ്പൊ ഈ കോളേജിൽ ഒരു സെറ്റ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ട്, വേറൊരു സ്കൂളിനോ കോളേജിനോ ഇല്ലെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം. ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസസ് നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ സൊസൈറ്റിക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നോളജും ഫെസിലിറ്റീസും ഗുഡ്സും എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് ഷെയറിങ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹാസ് ടു ബി സ്വയം തോന്നിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതായത് കമ്പൾസറി ആയിട്ട് വേറൊരാള് പറയുന്നോണ്ടായിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് ഉള്ള തന്നെ എത്തിക്കലായിട്ടുള്ള നമ്മുടെ മോറൽ വാല്യൂസ് പ്രിൻസിപ്പിൾസും ആയിരിക്കണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻ വി ഷെയർ, എത്ര പ്രശ്നമുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെയും കൂടെ കരുതുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൂടെ നമ്മൾ ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ കോൺഫ്ലിക്റ്റുകളും മിനിമൈസ് ചെയ്ത് സന്തോഷത്തെ നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് കഴിയും. ഒരു ബിസിനസ്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കസ്റ്റമേഴ്സിനും ചേർന്ന് നിൽക്കുന്ന എംപ്ലോയീസിനും ഒക്കെ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സന്തോഷമായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ബിസിനസ് ത്രൈവ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നമുക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും സ്ട്രെങ്തൻ ചെയ്യും, സമാധാനപരമായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ട് അത് സഹായിക്കും. ഓക്കെ, നൗ എക്സാമ്പിൾ ഓഫ് ഒരു ഷെയറിങ്, നോളജ് ഷെയർ ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് കുറെ സ്കീമുകളുണ്ട്. ഈ സ്കീമുകൾ എന്താ, ഉള്ള റിസോഴ്സസ് ഇല്ലാത്തവർക്കും കൂടെ കിട്ടത്തക്കവണ്ണം ഷെയർ ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് പല സ്കീമുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓണസ്റ്റി. പല വാല്യൂസ് ആണ്, സോ വൺ ബൈ വൺ ഞാൻ വാല്യൂസ് എടുത്താണ് പോകുന്നത്. സോ ഓണസ്റ്റി, എന്താണ് ഓണസ്റ്റി? സത്യസന്ധത എന്നുള്ളതാണ് ഓണസ്റ്റി. ഏത് സാഹചര്യത്തിലും വെദർ ഇറ്റ് ഇസ് കൺവീനിയന്റ് ഓർ നോട്ട് കൺവീനിയന്റ്, എല്ലാവരും അംഗീകരിക്കുമോ അംഗീകരിക്കില്ലയോ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. എല്ലാ സാഹചര്യങ്ങളിലും സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. ഇത് ഏത് കൾച്ചറിലാണെങ്കിലും ഏത് നാഷണാലിറ്റി ആണെങ്കിലും ഇത് വളരെ വിലപ്പെട്ട, എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു വാല്യൂ ആണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. Now at the workplace, why is honesty important? ഒന്ന്, ഓണസ്റ്റ് ആയിരിക്കുക. എങ്ങനെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചോ കൂട്ടിയോ അതിനെ ചെറുതായിട്ട് മാറ്റം വരുത്തിയോ ഒന്നും അല്ല നമ്മൾ പറയേണ്ടത്. ഇഫ് ഇറ്റ് ഇസ് എ ഫാക്ട്,
State it without any dilution, distortion or exaggeration. അതേപോലെ തന്നെ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നു, നമ്മൾ സെൽഫിഷ് ആയിട്ട് അതിനെ വിത്ത്ഹോൾഡ് ചെയ്യരുത്. നമ്മളോട് പാസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളത് പാസ് ഓൺ തന്നെ ചെയ്യണം. അതുപോലെ ഒരു കമ്പനി ആണെങ്കിൽ ഫോൾസ് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ഡിസീവ്സ് ദ കസ്റ്റമേഴ്സ്. അൾട്ടിമേറ്റ്ലി കസ്റ്റമർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഡക്റ്റിനെ അവർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ അഡ്വർടൈസിങ് ശരിയല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ട്രസ്റ്റ് ആണ് നമ്മൾ ലൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിനെ നമ്മൾ ലൂസ് ചെയ്യും. ഓക്കെ, ഇനി ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് അഥവാ നമ്മൾ മാറുവാണ്, ഓക്കെ, മാറേണ്ട ആവശ്യം വരുവാണ്, അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജോയിന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വെഞ്ചർ ചെയ്തു, അപ്പോഴൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കമ്പനിയുടെ സീക്രട്സ് അപ്പുറേ പോയി പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഓക്കെ, അതേപോലെ തന്നെ ഓൾവേസ് ബി സ്ട്രേറ്റ് ഫോർവേഡ്. ഏത് റിലേഷൻഷിപ്പ്, വർക്ക് പ്ലേസ് ഓർ സൊസൈറ്റി, ഫാമിലി, എവിടെയാണെങ്കിലും ബി സ്ട്രേറ്റ് ഫോർവേഡ്, ട്രസ്റ്റ് വർത്തി, മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയണം, ആൻഡ് ലോയൽ. ഓക്കെ, അല്ലാതെ പുറമെ ഒരു മുഖത്ത് നോക്കി ഒന്ന് പറയും പിന്നീട് വേറെ എന്തെങ്കിലും അവരുടെ പുറകെ പറയുകയും ഒന്നും ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. Okay, now as far as academicians are concerned, intellectual honesty ആണ് നമ്മൾ കാണിക്കേണ്ടത്. എന്നുവെച്ചാൽ എന്താ, മറ്റുള്ള ഒരാളുടെ വർക്ക് നമ്മുടേതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പ്രസന്റ് ചെയ്യാൻ പാടില്ല. ഇന്റലക്ച്വൽ ഓണസ്റ്റി. ഇനി നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതിൽ നിന്നും വിപരീതമാണെങ്കിൽ പോലും അതിനെ പ്രസിദ്ധീകരിക്കാനായിട്ട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇറ്റ് മൈറ്റ് ബി അഗെയിൻസ്റ്റ് വാട്ട് ഈസ് പോപ്പുലർലി ബിലീവ്ഡ്, but if that is what you get by your research, you must publish it. Okay, and before taking any kind of decision or action in any situation, always seek for the truth. സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ പ്രതികരിക്കാനും നമ്മൾ ആക്ഷൻസ് എടുക്കാനും. Okay, the next topic is courage. courage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി ഇല്ലാതിരിക്കുന്നതിനല്ല കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, കറേജ് എന്താണ്? വീര്യം കാണിക്കുക എന്നുള്ളത്. കറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ട്, പക്ഷെ ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ ആവശ്യമായ ഒരു കാര്യം ഞാൻ പേടിയുണ്ടെങ്കിലും ഞാൻ ചെയ്യുകയാണ്, അതിനെയാണ് കറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വില്ലിങ്നെസ്. ഈവൻ ദോ വി നോ ദാറ്റ് ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമുക്ക് ആ പേടിയും ഉണ്ട്, പക്ഷെ എന്നാലും we are willing to take steps, face pain or agony or uncertainty because we believe that that is the right thing to do. അതിനെയാണ് courage എന്ന് പറയുന്നത്. Okay, now courage can be of many different types. First, courage as part of duty. Okay, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ courage കാണിക്കുന്നു. ഓക്കെ, ഇതാരൊക്കെയാണ്? നമ്മുടെ പോലീസുകാര്, സോൾജേഴ്സ്, നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ്, അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്കറിയാം അവരുടെ ജീവിതവും ഈ അവർ ചെയ്യുന്ന ജോലിയിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഹാനി വന്നിരിക്കാം, പക്ഷെ അവർ ആ ജോലിയുടെ സാഹചര്യത്തിൽ അവരുടെ സേഫ്റ്റി അല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈവൻ ദോ ദേ നോ ദാറ്റ് ദേ ആർ റിസ്കിംഗ് their own safety. Okay, that is courage as part of duty. Now this is a little complicated. Courage to face physical challenges. ശാരീരികമായിട്ടുള്ള ചാലഞ്ചുകളെ ഫേസ് ചെയ്ത് നമ്മൾ കറേജ് കാണിക്കാന്നുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് സ്റ്റണ്ട്മെൻ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്കറിയാം ഇത് ഭയങ്കര ചിലപ്പം ഡെത്ത് ഡിഫൈങ് സ്പോർട്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ലെസ്നെസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദേ ആർ ഡൂയിങ് ദാറ്റ് ഫോർ എ ത്രിൽ, അല്ലാതെ വേറെ ആരെയും സഹായിക്കാനൊന്നുമല്ല, അവരുടെ ഒരു ഫീലിങ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കുന്നതെങ്കിൽ അതിനെ കറേജിന്റെ പട്ടികയിലല്ല കൂട്ടുന്നത്, അതിനെ റെക്ലെസ്നെസ്സിലാണ് കൂട്ടുന്നത്. ഓക്കെ, എന്നാൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, നമുക്കറിയാവുന്ന ദ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ലൈക്ക് ഭഗത് സിംഗ്, മഹാത്മാ ഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്, ഒത്തിരിയും പേരുണ്ട്. ഓക്കെ, അവരൊക്കെ എന്താ കാണിച്ചത്? അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ചാലഞ്ച് ചെയ്തു. എന്തിനു വേണ്ടി? ഫ്രീഡമിന് വേണ്ടി. അവർക്ക് വേണ്ടി മാത്രമല്ല, ആ ദേശത്തിന് മുഴുവനും എല്ലാ ജനങ്ങൾക്കും കൂടെയാണ് അവരെ തന്നെ ഫിസിക്കലി
കറേജ് കാണിച്ചു ടു ഫേസ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതിന് ഒരു ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ഒക്കെ they paid with their life. Mahatma Gandhi was killed by an Indian himself. Okay, so ഇതൊക്കെ is actual courage against physical challenges. Okay, now courage in a social context. Okay, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കറേജ് കാണിക്കുക. അതെങ്ങനെയാണ്? We must raise our voice against injustice. മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും റിലിജിയനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൾച്ചറിനെയോ ലാംഗ്വേജിനെയോ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റേറ്റ് സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ലെവൽ ഓഫ് ആൾക്കാർ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കളറയിലോ ടങ്കയിലോ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുക. ഇത് സൊസൈറ്റിയിൽ കറേജ് കാണിക്കുകയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ അവർക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് അവരെ ഇൽട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്രീഡം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം പലരും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരിയും ഫ്രീഡം ഫൈറ്റേഴ്സ് അവരുടെ ജീവനെ കൊടുത്ത് നേടിയെടുത്തതാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടത് നമ്മളും വയലൻസ് ചെയ്തല്ല, നമ്മൾ തെറ്റുകൾ ചെയ്ത് സമൂഹത്തിന്റെ സ്വത്തും ജീവനും ഒക്കെ ഹാനി വരുത്തിയിട്ടല്ല നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ our changes must be without resorting to violence. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ചില വ്യക്തികളാണ് മഹാത്മാഗാന്ധി. നോൺ വയലൻസിലൂടെയാണ് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത്. ഓക്കെ, എബ്രഹാം ലിങ്കൻ ആ കാലഘട്ടത്തില് അബ്രഹാം ലിങ്കന്റെ കാലഘട്ടത്തില് സ്ലേവറി എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോമായിരുന്നു. ഓക്കെ, പക്ഷെ എഗെയിൻസ്റ്റ് പോപ്പുലർ ബിലീഫ് വെസ്റ്റേൺ സൊസൈറ്റി അല്ല സ്ലേവറി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സ്ലേവറി became an institution during the caliphate rule. Okay, and it was accepted in olden times. Okay, ഇപ്പൊ നമ്മൾ നേരത്തെ കാലഘട്ടത്തിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഫ്യൂഡൽ സിസ്റ്റം ആണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്, ബോത്ത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ. നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മൾ കാണുന്നത് ഇതേ ഫ്യൂഡൽ സിസ്റ്റമാണ്. ഈ ഫ്യൂഡൽ സിസ്റ്റത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ് ആയിരുന്നു സം കാറ്റഗറി ഓഫ് പീപ്പിൾ ഡസ് ദ വർക്ക് ആൻഡ് സം അതർ കാറ്റഗറി ഓഫ് പീപ്പിൾ റൂൾ ഓവർ ദം. ഓക്കെ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ത്രൂ ഔട്ട് അവർ old system, feudal system എല്ലായിടത്തും, everywhere throughout the world, not just ഇപ്പോഴത്തെ popular belief is that it was popularized in western culture. പക്ഷേ അതിന്റെ റൂട്ട്സ് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ it was not popularized in western culture. Western culture took it over എന്നുള്ളത് വേണം നമ്മൾ പറയാനായിട്ട്. ആ ടൈമിൽ തന്നെ എല്ലാവരും അത് അക്സെപ്റ്റഡ് നോമായിട്ട് കാണുന്ന ആ സമയത്ത് തന്നെ എബ്രഹാം ലിങ്കൻ fought against slavery and he gave freedom to slaves in his country. അതിനുവേണ്ടി he worked and he did that, he accomplished that. അതിനു മുമ്പ് ഒത്തിരിയും ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് അവസാനം നേടിയെടുത്തതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, now last, Franklin D. Roosevelt. Roosevelt also is a US president. What did he do? During his time there was a financial crisis. Okay, ലോകവ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു എക്കണോമിക് ക്രൈസിസ് ആണ്. ആ സമയത്ത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആ നേഷനെ എൻകറേജ് ചെയ്തു, നമുക്ക് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഗെറ്റ് അപ്പ് ആൻഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് പ്രചോദനം കൊടുത്ത് ആ നേഷനെ എക്കണോമിക് ഡിപ്രഷനിൽ നിന്നും വലിച്ചെടുത്ത ഒരു പ്രസിഡന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഓക്കെ, ഇത് മാത്രമല്ല എക്സാമ്പിൾസ്, ഒത്തിരിയും എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം യു ക്യാൻ give any examples, just few examples from your textbook is what I'm giving over here. Okay, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുമ്പോഴും പ്ലീസ് ഡു സം റിസർച്ച്. ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ തന്നെ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട്, ഈ പറയുന്നത് സത്യമാണോ അതോ ഈ ഓത്തറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഓൾവേസ് whatever you read, whatever you hear, okay, do some research yourself.
5 മിനിറ്റ്. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ലൈബ്രറി പോയി ബുക്കുകൾ റെഫർ ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര ടീഡിയസ് ടാസ്ക് ആയിരുന്നു. ഇന്ന് അത്രയും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് ഒരു പ്രോബ്ലത്തിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്താ അവരുടെ ക്ലെയിംസിനെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ആൻഡ് യു കെൻ മേക്ക് യുവർ ഓൺ മൈൻഡ്, make up your own mind. Okay, so don't just believe blindly what I am telling you. You can go do your research. Okay, so this is courage in social context. ഇന്റലക്ച്വൽ കറേജ്, ഇതാണ് നമുക്ക് അക്കാഡമീഷ്യൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഇന്റലക്ച്വൽ കറേജ് ആണ്. എന്ത്, നമ്മൾ പഠിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുമ്പം പലപ്പോഴും വി വിൽ കം ടു കൺക്ലൂഷൻസ് വിച്ച് ആർ നോട്ട് പോപ്പുലർ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ വി മൈറ്റ് ഫേസ് എ ലോട്ട് ഓഫ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, പലരും നമ്മളെ അവഗണിക്കാനും നമ്മളുടെ റിസർച്ച് വർക്കിനെ ഡിമീൻ ചെയ്യാനും ഒക്കെ സാധ്യത ഉണ്ട്. പക്ഷേ if you are speaking the truth, പ്രൂഫോടുകൂടി, എവിഡൻസോടുകൂടി യു പബ്ലിഷ് യുവർ വർക്ക്, ലെറ്റ് അതേഴ്സ് ക്രിട്ടിസൈസ്, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, അല്ലാതെ നമ്മൾ കൺഫേം ചെയ്യല്ല ചെയ്യേണ്ടത്. എല്ലാവരും പറയുന്നത് ഞാനും ഏറ്റുപാടുക അല്ല ചെയ്യേണ്ടത്. ഓക്കെ, സോ സീക്ക് ദ ട്രൂത്ത് ആൻഡ് സ്പീക്ക് ദ ട്രൂത്ത് even if it is against popular belief. Okay, and another thing which we need to do is we need to question our own popular beliefs. നമ്മൾ തന്നെ പലപ്പോഴും restricted ആണ്. നമ്മുടെ മൈൻഡ്, our upbringing, the way we have been taught things, the things that we believe, all these things cause us to be restricted. ആ ബിലീഫ്സിനെ, നമ്മുടെ തന്നെ ബിലീഫ്സിനെ ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിലാണ് ഈ ഒരു കൂടിൽ നിന്നും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വെളിയിലോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ തിങ്കിങ്, നമ്മുടെ ഹൊറൈസൺ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ബട്ട് വെനെവർ യു ചേഞ്ച് യുവർ തോട്ട് പ്രോസസ്, ബി ഷുവർ ദാറ്റ് യു ആർ റൈറ്റ് ഫ്രം യുവർ സൈഡ് ഓഫ് ദ തിങ്സ്. എല്ലാ ആംഗിളിൽ നിന്നും പഠിക്കണം. ഒരു ആംഗിളിൽ നിന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ട്രൂത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. ബിക്കോസ് മോസ്റ്റ്ലി പീപ്പിൾ ആർ ബയസ്ഡ്. Okay, so when we read or we gather information, we must gather it from all different directions. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള, at least to our best of our knowledge, we must have correct information. Okay, next is cooperation. കോപ്പറേഷൻ പത്തായിട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. The process of individuals or organizations working together to achieve a common objective. ഓക്കെ, അപ്പൊ നമ്മൾ കൂട്ടായി ചെയ്യുന്ന പരിശ്രമത്തിൽ നിന്നും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നതിനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ്. ഇപ്പൊ ഞാനൊരു ടീമിൽ ഒരു വർക്ക് ചെയ്യാനെന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വ്യത്യസ്തരാണ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗുഡും കാണും ബാഡും കാണും. അപ്പൊ ഈ ഗുഡിനെ ഒക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒന്നിച്ച് യൂസ് ചെയ്യാനായിട്ട്, പൂൾ ചെയ്ത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്കിൽസിനെ, കോംപ്ലിമെന്ററി സ്കിൽസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മാധ്യമമാണ് ഈ കോപ്പറേറ്റീവ് ആയിട്ട് ടീം വർക്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് അസ് ഗുഡ് ക്വാളിറ്റി, ഗുഡ് ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കോപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, what is lack of cooperation? What happens if you do not cooperate? നമ്മൾ ചെയ്യുന്ന ജോലികൾ ഡിലേ ആകാനായിട്ട് ചാൻസ്, സമയം കൂടുതലെടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു രമ്യത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ തന്നെ ഒരാൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് അത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലോ എന്ന് ആലോചിച്ച് അവരുടെ എപ്പോഴും അവരുടെ മൊറൽ ലോ ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. അവർക്ക് ജോലികൾ ചെയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. Okay, but what are some of the reasons for lack of cooperation? ഒരു ഓർഗനൈസേഷനിലും ഒരാൾ മാത്രമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് ചില റീസൺസ്? ചില റീസൺസ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ഇല്ലാതിരിക്കുക, മുകളിലിരിക്കുന്ന വ്യക്തി പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് കോപ്പറേഷൻ ചെയ്യുന്നവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യാത്തവർ മിടുക്കരാവുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ലാക്ക് ഓഫ് effective leadership.
പിന്നെയുള്ള ഒരു കാര്യം എംപ്ലോയീസ് അവെയർ അല്ല. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്താലും നമുക്കും ബെറ്റർ ആണ്, നമുക്ക് ഇൻസെന്റീവ് കിട്ടണം, ബോണസ് കിട്ടും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കമ്പനി നന്നായിട്ട് റൺ ചെയ്താൽ അതിന്റെ ഗുണം ആർക്കാം? ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെയാണ്. ഓക്കെ, സോ ആ അവയർനെസ് ഇല്ല. ഓക്കെ, ഇനി കമ്പനിയിൽ ജസ്റ്റ് ആയിട്ടല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഫേവറിറ്റിസവും ഗ്രൂപ്പിസവും ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് ആൾക്കാർ അറിയുമ്പോൾ തന്നെ അത് അവരുടെ മൊറേലിനെ എപ്പോഴും ലോ ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അവർ ഓൾവേസ് ഡിപ്രസ്ഡ് ആയിരിക്കും. ദേ വിൽ നോട്ട് ബി ഹാപ്പി ഓർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിയർ വർക്ക് എൻവയോൺമെന്റ്. ഓക്കെ, ഇഫ് ദർ ഇസ് എത്നിക്, ലിംഗ്വിസ്റ്റിക്, എത്നിക് എന്തുവാ? നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, ഏത് റീജിയണിൽ നിന്നും വരുന്നോ ആ റീജിയണെ ബേസ് ചെയ്തിട്ടുള്ള ബയസ്, സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റസിലുള്ള ബയസ്, നമ്മുടെ ലാംഗ്വേജിന് എന്ത് സംസാരിക്കുന്നു അതേ ബേസ് ചെയ്തിട്ടുള്ള ബയസ്, അങ്ങനെയൊക്കെയുള്ള ബയസുകളുള്ള ഒരു കമ്പനി ആണെങ്കിലും ഒരിക്കലും ആൾക്കാർക്ക് കോപ്പറേറ്റ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈഗോസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതിലൂടെയും കോപ്പറേഷൻ ഇല്ലാതെ വരും. ഓക്കെ, എനിക്ക് വേറൊരാളായിട്ട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല, ഈഗോ പ്രോബ്ലംസ് ആണ്, അന്നേരം ഈ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ വർക്ക് പ്ലേസിൽ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. വി ആർ ഓൾ പ്രൊഫഷണൽസ്. ആ പ്രൊഫഷണലിസം കാണിക്കാതിരിക്കുമ്പോഴാണ് കോപ്പറേഷൻ ഇല്ലാതെ വരുന്നത്. ദർ ഇസ് നോ റീസൺ ഫോർ ഓൾ ഓഫ് ദി അതർ തിങ്സ്. We should raise our voice, we should speak against it, but that doesn't mean we stop doing our job. Okay, so these are some of the reasons for lack of cooperation. Another important ആയിട്ടുള്ള ഒരു കാര്യമാണ് valuing time. സമയത്തിനെ വിലമതിക്കണം. ഒന്നാമത്തെ കാര്യം, who is a person who values time? മറ്റൊരാളെ റെസ്പെക്ട് ചെയ്ത് അയാളുടെ സമയത്തിന് വില കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ടൈം വാല്യൂ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എനിക്ക് എൻ്റെ സമയം തന്നെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ വാക്കിനോ എൻ്റെ സമയത്തിനോ ഒന്നും, മറ്റുള്ളവരുടെ സമയത്തിനോ ഒന്നും വില കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു മാനേജ് ടൈം. ഓക്കെ, ഈ ഒരു പ്രശ്നം ഉള്ളപ്പം നമുക്ക് നമ്മുടെ ജോലിയും വീടും റിലേഷൻഷിപ്സും ഒന്നും മാനേജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ സമയത്തിന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാനോ സമയത്തിന് എവിടെയെങ്കിലുമൊക്കെ പറ്റാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. സോ വാല്യൂ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ഹൗ ടു യൂട്ടിലൈസ് ടൈം ഇഫക്റ്റീവ്ലി? ഇതിനെ 6 പോയിന്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അണ്ടർസ്റ്റാൻഡ്, സമയം പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇറ്റ് ഇസ് എ പെരിഷബിൾ റിസോഴ്സ്. പോയാൽ അത് പോയത്. ഓക്കെ, 2, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് മനസ്സിലാക്കി അത് സമയത്തിനനുസരിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമുക്ക് വേണം. സോ വി ഷുഡ് പ്രയോറിറ്റൈസ് വർക്ക്. 3, പങ്ക്ച്വൽ ആയിരിക്കണം. മറ്റുള്ളവരുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. 4, ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്ത് സമയം കളയരുത്. 5, വെൽ ഇൻ അഡ്വാൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാനിങ് ഒക്കെ നമ്മൾ വെൽ ഇൻ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 6, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നാളെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞു, ടൈം ഇസ് പെരിഷബിൾ. തീർന്നു പോകുന്ന ഒരു കാര്യമാണ്, പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല തിരിച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. ഈ 24 മണിക്കൂർ അവനവനാണ് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ്. അടുത്തത്, വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്യാൻ എങ്ങനെയാ ചെയ്യേണ്ടത്? 1, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തത് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി ഉണ്ടാക്കി അതിനെ ഫോക്കസ് ചെയ്യാം. 2, ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്തായിട്ട്? 2 കാറ്റഗറി ആയിട്ട്. 1, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാറ്റഗറിയും, അത് ചെയ്താൽ എനിക്ക് കൊള്ളാം, എനിക്ക് താല്പര്യമാണ് ചെയ്യാൻ എന്നുള്ള കാറ്റഗറിയിലേക്കും അതിനെ
ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഈ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണം ഏറ്റവും ആദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, വൺസ് ദിസ് ഇസ് ഡൺ, വൺ ബൈ വൺ ചെയ്തു തുടങ്ങാം. പിന്നെ ഡോണ്ട് വെയിറ്റ് ആൻഡ് വേസ്റ്റ് ടൈം, ടേക്ക് ആക്ഷൻ ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സേ നോ. നമുക്ക് സമയമില്ല, അതെല്ലാം കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സമയമില്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നോക്കുകയോ ചെയ്യരുത്. Okay, that doesn't mean you only do work all the time. Okay, you must have time for yourself, you must have time for your health, for your entertainment, for all those things. പക്ഷേ അത് മാത്രമാകരുത് ജീവിതം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. Okay, be punctual. Okay, if you are not punctual, it means you do not respect other people's time. നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 മണിക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കണം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ റീസണും കൊണ്ട് നമ്മൾ ലേറ്റ് ആകുന്നത് പോലെയല്ല സ്ഥിരം അങ്ങ് ലേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഈസ്റ്റേൺ കൾച്ചർ, നമ്മുടെയൊക്കെ ഈസ്റ്റേൺ കൾച്ചറിൽ സമയത്തിനനുസരിച്ച് ഒരിക്കലും ആരും വരാം. ഒരു മീറ്റിംഗ് 2 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2:45 തുടങ്ങത്തില്ല. അതൊന്നും ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, നൗ അവോയ്ഡ് റീഡൂയിങ് ടാസ്ക്. മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചെയ്തതിൽ നിന്നും പഠിച്ച് ആ ചെയ്തതിൽ നിന്നും കൂടുതൽ ചെയ്യാൻ വേണം നമ്മൾ ശ്രമിക്കാൻ. അല്ലാതെ ചെയ്തത് തന്നെ പിന്നെയും പിന്നെയും ചെയ്ത് സമയം കളയരുത്. Okay, so if someone else has already done something, learn from them and build on it. Why? സമയം ഒന്ന് സേവ് ചെയ്യാം. 2, നമ്മൾ ചെയ്തത് തന്നെ പിന്നെയും പിന്നെയും ചെയ്തപ്പോൾ അതിന് ഒരു വാല്യൂ ഇല്ല. അതേ ബിൽഡ് ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. 3, തെറ്റുകൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരത്തില്ല. മറ്റുള്ളവരെന്താ ചെയ്തതെന്നും അവരെന്താ തെറ്റിയതെന്നും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ച് സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അക്കാഡമിക് ലൈഫിൽ അല്ലെങ്കിൽ റിസർച്ച് ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് എക്സ്പേർട്സിന്റെ സെമിനാറുകളും ടോക്കുകളും അറ്റൻഡ് ചെയ്യുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക. കമ്പനികളിലൊക്കെ ആണെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, റിവ്യൂസ് വായിക്കുക, പിയേഴ്സ് കൊടുക്കുന്ന ലെക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡിസ്കഷനിലൂടെയും അവരെ ലിസൺ ചെയ്യുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വി ക്യാൻ അവോയ്ഡ് ഡൂയിങ് ദ സെയിം ടാസ്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, പ്ലാൻ ഇൻ അഡ്വാൻസ്. ഒരു ആനുവൽ പ്ലാനും കാണാം, ഒരു വീക്ക്ലി പ്ലാനും കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസിനെ അലൈൻ ചെയ്ത് നമുക്ക് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. Okay, supposing we have got projects with preset deadlines. നമ്മളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ആണെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള ഡെഡ്ലൈൻസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി ഹൈ പ്രയോറിറ്റിയിലായിരിക്കും വരുന്നത്, ബിക്കോസ് വി ഓൾറെഡി ഹാവ് എ ടൈം ലിമിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, സോ വി നീഡ് ടു സെറ്റ് അസൈഡ് ടൈം ഫോർ ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ചെയ്തെടുക്കാനായിട്ട് ഉള്ള ഷെഡ്യൂളാണ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓൾവേസ് പ്രയോറിറ്റൈസ് important tasks and allot time for important tasks. Okay, when you have created a schedule, ഒരു പ്ലാൻ ഉണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ ടൈം ടേബിൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി അഥവാ എന്തെങ്കിലും റീസണും കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് പുതിയൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് അത് യു ഷുഡ് ഫോളോ. ഓക്കെ, ഫിഗർ ഔട്ട് സ്ട്രാറ്റജീസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ബിഫോർ ഹാൻഡ് തന്നെ നമുക്കൊരു പ്ലാൻ ബി വേണം, ഒരു പ്ലാൻ സി വേണം. അപ്പൊ ഇത് നടന്നില്ലെങ്കിൽ അടുത്തത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടാവും. ദാറ്റ് ഇസ് പ്ലാനിങ് അഹെഡ്, ഹാവിങ് സ്ട്രാറ്റജീസ് ഫോർ ഫെയിലിയേഴ്സ് വെൽ ഇൻ അഡ്വാൻസ്. ഓക്കെ, ആൻഡ് സിമിലർ ആയിട്ടുള്ള ടാസ്കുകൾ ഗ്രൂപ്പ് ചെയ്ത് ഒന്നിച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഗ്രൂപ്പിംഗ് ടുഗദർ സിമിലർ ആക്ടിവിറ്റീസ്. ഡു നോട്ട് പ്രോക്രാസ്റ്റിനേറ്റ്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. എല്ലാം കൂടെ നാളെ ആയി കഴിഞ്ഞാൽ അവസാനം ഒന്നും ചെയ്തെടുക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, now the next is commitment or loyalty. Okay, commitment എന്ന് വെച്ചാൽ എന്നാ? ഞാൻ എൻ്റെ കമ്പനിയോട് എനിക്കൊരു കൂറുണ്ട്, അതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the quality of holding on. എന്തൊക്കെ ഡിഫിക്കൽട്ടീസും സെറ്റ് ബാക്സും ഉണ്ടെങ്കിലും ഞാൻ ഒരു പർട്ടിക്കുലർ
പ്രിൻസിപ്പിൾ ഒരു പർട്ടിക്കുലർ ടാസ്കിന് കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഐ എം ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക് ആൻഡ് ഐ ഹാവ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്, ദാറ്റ് ഇസ് കോൾഡ് കമ്മിറ്റ്മെന്റ്. It shows dedication to that particular task. Okay, now Meyer's 3-component model for organizational commitment, നമ്മൾ work environmental commitment ആണ് we are more interested in, so this is there for every area of our life, both family, society, relationships എല്ലാം ഉണ്ട്. എന്നാലും we are looking at the work environment. So 3 component ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്ന് affective commitment ഉണ്ട്, continuance commitment ഉണ്ട്, normative commitment ഉണ്ട്. Affective commitment എന്ന് വെച്ചാൽ ആ വാക്ക് പറയുന്ന പോലെ we have got a commitment to our company or to our particular job because we like it. Affection കാരണം നമ്മൾ committed ആണ്. Okay, and that brings us job satisfaction. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് I am committed to that particular work or my job. Okay, it is employees love their job and is aligned with the organizational goals and values. This is one. രണ്ടെന്ന് പറയുന്നത് കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, പേടി, ഐ എം അഫ്രൈഡ് ദാറ്റ് ഐ വിൽ ലൂസ് മൈ ജോബ്. നാളെ എനിക്ക് ജോലി ഉണ്ടാവത്തില്ല ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഞാൻ ലൂസ് ചെയ്യും, എനിക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ഞാൻ ഒരു ജോബിന് കമ്മിറ്റ്മെന്റ് കാണിക്കുക, സ്റ്റേറ്റസ് പോകും, ജോലി ഇല്ലാതെ നടക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടാതെ വരുമ്പോൾ അതിന്റെ സ്റ്റേറ്റസ് കുറയുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണം, ഫിയർ കാരണം കമ്മിറ്റ്മെന്റ് കണ്ടിന്യൂവൻസ് ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്നതിനാണ് അടുത്ത കാറ്റഗറി ഓഫ് കമ്മിറ്റ്മെന്റ് ഓൾ കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, അടുത്തത് നോർമേറ്റീവ് കമ്മിറ്റ്മെന്റ്. സാധാരണഗതിയിൽ എനിക്കൊരു ജോലി കിട്ടി, ആ ജോലി ഞാൻ ചെയ്യണം, ഡ്യൂട്ടി ബൗണ്ട് അല്ലെ ഓബ്ലിഗേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആ കമ്പനിയോട്, എനിക്ക് ജോലി തന്ന കമ്പനിയോട് എനിക്കൊരു കൂറുണ്ട്. ഐ ഫീൽ ദാറ്റ് അവരെനിക്ക് ജോലി തന്നതല്ലേ, അതുകൊണ്ട് ഞാനിത് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയേഴ്സ് ആൻഡ് കോ വർക്കേഴ്സ് അവരെൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, അവരെന്നെ കരുതുന്നു, അതുകൊണ്ട് ഐ എം ഫീലിംഗ് ഇൻഡെറ്റഡ് ടു ദം. അവരോട് എനിക്കൊരു കടപ്പാട്, ആ കടപ്പാട് കാരണം ഞാൻ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഇനിയല്ല, എനിക്ക് തന്നെ ഉണ്ട്, എൻ്റെ മനസ്സ്, ഐ ഹാവ് ഗോട്ട് സർട്ടൻ ബിലീഫ്സ്, എൻ്റെ ചിന്തയിൽ, എൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ എനിക്ക് കമ്മിറ്റ്മെന്റ് ലോയൽറ്റി ഉണ്ട്, അത് കാരണം ഐ എം committed. These are called normative commitments. Okay, so affective commitment ullavarundu, there is continuance commitment and normative commitment. Okay, now Gray Dessler 5 rules to enhance organizational commitment. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഓർഗനൈസേഷനോട് കമ്മിറ്റ്മെന്റ് കൂട്ടാൻ എന്നുള്ളതാണ് ഈ ഗ്രേ ഡെസ്ലർ പറയുന്നത്. 5 റൂൾസ്. ഒന്ന്, കമ്പനി എപ്പോഴും പീപ്പിൾ ഫസ്റ്റ് വാല്യൂസിന് കമ്മിറ്റഡ് ആയിരിക്കണം. അവരെ, ആൾക്കാരെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മനുഷ്യരായിട്ട് കണ്ട് അവരായിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി, ആൾക്കാരായിരിക്കണം ആദ്യത്തെ പ്രയോറിറ്റി. അങ്ങനെ ഇഫ് യു കമ്മിറ്റ് ടു പീപ്പിൾ ഫസ്റ്റ് വാല്യൂസ്, അഫ്കോഴ്സ് ആൾക്കാർക്ക് നമ്മളോട് ലോയൽറ്റിയും കമ്മിറ്റ്മെന്റും ഉണ്ടാകും. ഓക്കെ, 2, ക്ലാരിഫൈ ദി ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്മിറ്റ്മെന്റ് കൂടും. 3, ജസ്റ്റ് ആയിരിക്കണം ഓർഗനൈസേഷന്റെ റൂൾസ്. എല്ലാ ആൾക്കാരെയും അവർ ചെയ്യുന്ന മെറിറ്റിനനുസരിച്ച് ഓർഗനൈസേഷൻ ജസ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ then there is a guarantee for organizational justice. അവിടെയും commitment of the employers will always be high. Okay, and create a sense of community. ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഇതെല്ലാം, നമ്മൾ എല്ലാവർക്കും കൂടെ ആവശ്യമാണ് ഇത് എന്നുള്ള ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽപ്സ് ടു ഗ്രോ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഓരോ വ്യക്തിയെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യും, സപ്പോർട്ട് എംപ്ലോയി ഡെവലപ്മെന്റ്, അവർക്ക് സ്വയം വളരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ഈ 5 കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് കൂട്ടാൻ കഴിയും എന്നാണ് ഗ്രേ ഡെസ്ലർ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ഹിസ് 5 റൂൾസ് ഫോർ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ്.
ഓക്കെ, സോ ഈ കമ്മിറ്റ്മെന്റ് വരെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. I hope you have understood all these things. As usual, I will be uploading this into your classroom as well as it will be available on my YouTube channel. If you have any doubts, എന്നെ കോൺടാക്ട് ചെയ്യോ കമന്റ് ഇടുവോ എന്തേലും ചെയ്താൽ മതി. I will get back to you. Thank you very much.